ടെലിവിഷൻ പരമ്പരകളിലൂടെ അഭിനയ ലോകത്തെത്തിയ നടിയാണ് വീണ നായർ. ഒരേ സമയം സിനിമയിലും ടിവിയിലും സജീവമായ താരം ഹാസ്യവേഷങ്ങൾക്ക് പുറമെ അല്പം നെഗറ്റീവ് ടച്ചുള്ള റോളുകളും ചെയ്യുന്നുണ്ട്. വീണയുടെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ബിഗ് ബോസിൽ പങ്കെടുത്തത്. ബിഗ് ബോസിന് ശേഷം ജീവിതത്തിൽ പലവിധ മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഷോയിൽ വെച്ച് പല സംഭവങ്ങളും വീണ തുറന്നു പറഞ്ഞിരുന്നു. ടെലിവിഷൻ ഷോകളിൽ അത്ര സജീവമല്ലെങ്കിലും സിനിമകളിൽ ഏറെ സജീവമാണ് താരം. മമ്മൂട്ടിക്കൊപ്പമുള്ള ചിത്രമാണ് ഏറ്റവും ഒടുവിലായി ചെയ്തത്. പോരാത്തതിന് ഹാസ്യതാരങ്ങൾ അണിനിരക്കുന്ന സിനിമകളിൽ വീണ എത്തുന്നുമുണ്ട്. വെൽക്കം ടു സെൻട്രൽ ജയിൽ ചെയ്യുമ്പോൾ താൻ ഗർഭിണിയായിരുന്നു എന്നാണ് വീണ മുമ്പൊരിക്കൽ ആനീസ് കിച്ചണിൽ പങ്കെടുക്കുമ്പോൾ പറഞ്ഞത്. വലിയൊരു കള്ളത്തരം മറച്ചുവെച്ചാണ് ആ സിനിമ ചെയ്തത് എന്നും താരം പറഞ്ഞിരുന്നു. അതേസമയം വലിയ വണ്ണം ആണെന്നതിൻ്റെ പേരിൽ സിനിമയിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ മെലിയാൻ വേണ്ടി താൻ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. ആ സിനിമ ചെയ്യുമ്പോൾ 2 മാസം ഗർഭിണിയായിരുന്നു. ആ കൊച്ചിന് ഭയങ്കര വണ്ണമാ എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മാറ്റി നിർത്താൻ തുടങ്ങിയപ്പോൾ സംവിധായകൻ്റെ ഇടപെടൽ കൊണ്ടാണ് താനത് ചെയ്തത് എന്നും വീണ പറഞ്ഞു. അതേസമയം ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്ത കാലത്ത് കുറച്ച് വെയിറ്റ് കുറഞ്ഞിരുന്നു എന്നും വീണ പറയുന്നുണ്ട്. വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന ചിത്രത്തിന് ഡേറ്റ് കൊടുത്തതിന് ശേഷം 3 ദിവസം കഴിഞ്ഞാണ് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് അറിയുന്നത്. എന്തു ചെയ്യും, റോൾ പോകുമല്ലോ എന്ന ടെൻഷനായിരുന്നു പിന്നീട് അങ്ങോട്ട്. വിഷയം ബെന്നിച്ചേട്ടനെ മാത്രം വിളിച്ചു പറഞ്ഞു. ചേട്ടാ, അത് കുഴപ്പമില്ല, ഞാൻ അഭിനയിച്ചോളാം, എന്നെ ഒഴിവാക്കരുത് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞ കഥയും വീണ പറയുന്നു. ഗർഭിണിയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് കരിയറിൽ ബ്രേക്ക് വരുമോ, സിനിമയിൽ അവസരം കിട്ടാതാകുമോ എന്നൊക്കെയുള്ള ടെൻഷനായിരുന്നു. 8-ാം മാസം വരെ അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ബ്രേക്ക് എടുത്തത്. 7 മാസമുള്ളപ്പോൾ ലണ്ടൻ, ഖത്തർ എന്നിവിടങ്ങളിൽ ഷോയ്ക്കും പോയിട്ടുണ്ട് എന്നും വീണ വ്യക്തമാക്കി.